നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക അധിക്ഷേപം നടത്തിയത് നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിന്റെ അന്വേഷണ സംഘം വളരെ നാടകീയമായ രീതിയിലാണ് ഇന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തത്. വയനാട് നിന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. മേപ്പാടിയിൽ ബോബിയുടെ എസ്റ്റേറ്റിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് സൂചന. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചു. നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാണ്. വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് പിന്തുണ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നാടകീയമായിട്ടുള്ള രീതിയിൽ ആഭ്യന്തര വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലായിരുന്നു പൂർണ്ണ പിന്തുണ നടിക്ക് നൽകിക്കൊണ്ട് സർക്കാരും രംഗത്ത് വന്നത്. മാത്രമല്ല, എല്ലാ നിയമ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ഫോണിൽ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനായിരുന്നു നീക്കം. മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി നൽകാനും നീക്കമുണ്ടായിരുന്നു. ഇതെല്ലാം പൊളിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിവേഗ നടപടി സർക്കാർ ആഗ്രഹിച്ചിരുന്നു. ഇത് മനസ്സിലാക്കി കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ അതിവേഗ നിർദ്ദേശം നൽകി. കൊച്ചി DCP അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിലേക്ക് പോലീസിനെ അശ്വതി നിയോഗിച്ചത്. വയനാട് SP കാര്യം അറിയിച്ചു, മറ്റാരോടും പറഞ്ഞതുമില്ല. അത്ര കരുതലെടുത്താണ് കേരളത്തിലെ പ്രധാന സ്വർണ്ണക്കട മുതലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എതിർപ്പിനൊന്നും ബോബി ചെമ്മണ്ണൂർ മുതിർന്നില്ല. ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും. 10 മണി കഴിഞ്ഞതോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. 900 ഗഡിയിലെ 1000 ഏക്കർ എസ്റ്റേറ്റിലായിരുന്നു പോലീസിന്റെ നാടകീയ നീക്കം. പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ഇയാൾ മാറിയെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വയനാട് ACP പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിലും ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട് 20 പേരെ തിരിച്ചറിഞ്ഞത് നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു. അപ്പോഴൊന്നും ബോബിയെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന സൂചന പോലീസ് നൽകിയിരുന്നില്ല. അതീവ രഹസ്യമായാണ് നീക്കമെല്ലാം നടത്തിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് അടക്കം കസ്റ്റഡി എടുക്കലിൽ ഞെട്ടിയിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഫാൻസുകാർ. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് തന്നെ കൊച്ചിയിൽ എത്തിച്ചേക്കും. നേരത്തെ കേസ് അന്വേഷിക്കാൻ എറണാകുളം സെൻട്രൽ പോലീസ് ACP C ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ഇവരുടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാണ് വിവരം. ഹണി റോസിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നും പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്.